ഉത്തർപ്രദേശിൽ നടന്നത് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നെന്നും പോലീസാണ് ഇത് വഷളാക്കിയതെന്നും അമിത് ഷാ പറഞ്ഞു. NDA സർക്കാർ രൂപീകൃതമായതിനുശേഷം യുപിയിൽ 600 വർഗീയ സംഘർഷങ്ങളുണ്ടായി എന്നാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ പ്രസ്താവന. ഇതിൽ പല പ്രദേശങ്ങളും കർഫ്യൂ പ്രഖ്യാപിച്ചവയുമാണ്. എന്നാൽ കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിയാൽ ഇതിൽ പലതും 2 വ്യക്തികൾ തമ്മിലുള്ള സംഘർഷമാകുമെന്നും ഈ വ്യക്തികൾ 2 വർഗത്തിൽ ഉൾപ്പെട്ടവരായതുകൊണ്ട് അത് വർഗീയ സംഘർഷമാകുമോ എന്നും അമിത് ഷാ ചോദിച്ചു. ഇതിൽ UP പോലീസിനും വ്യക്തമായ പങ്കുണ്ടെന്നായിരുന്നു ഷാ വ്യക്തമാക്കിയത്. എന്നാൽ വോട്ട് നേടുന്നതിനായി BJPയിൽ തർക്കങ്ങളുണ്ടെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് പറഞ്ഞു. UP ഭിന്നിപ്പിക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾ വിലപ്പോകില്ലെന്നും മുലായം സിംഗ് പറഞ്ഞു. ഉത്തർപ്രദേശിൽ BJPയുടെ നിലപാടുകളാണ് അവസ്ഥ മോശമാക്കിയതെന്ന് മുലായം സിംഗ് പറഞ്ഞു. അത്തരം നടപടികളിലൂടെ വ്യാജവാർത്തകൾ പരക്കുന്നതിനുള്ള അന്തരീക്ഷമുണ്ടാക്കി. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SPക്ക് UPയിൽ ജയിക്കാനാകില്ലെന്ന ഷായുടെ പ്രസ്താവനയ്ക്കെതിരെയും മുലായം മറുപടി നൽകി. BJPയുടെ ഇത്തരം ആഗ്രഹങ്ങളെ വളരാൻ അനുവദിക്കില്ലെന്നും മുലായം സിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.